Lights, camera, rolling, music. CS ആയിട്ട് താങ്കൾക്കുള്ള ബന്ധം എന്താണ്? പലത് ലിങ്ക് ചെയ്ത് കേൾക്കുന്നു. കമ്പ്യൂട്ടർ സയൻസിലാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എൻ്റെ ജീവിതത്തിലെ ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ രണ്ടുപേര് പഠിക്കുന്ന കഷ്ടകാലത്തിന് കമ്പ്യൂട്ടർ സയൻസ്. അവരെ കാണാനാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകുന്നത്. ഓഫ് കോഴ്സ് ഇല്ല. കാരണം എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. CS-ലുള്ള എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വിഷ്ണു ആർ, അനൂപ് തോമസ്, പിന്നെ TG തോമസ്. ബാക്കി ക്ലാസ്സുകളിൽ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. BT-യിലുണ്ട്, EC-യിലുണ്ട്. മെക്കിലുണ്ട്. ഇത്രയും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ മെക്കിലുണ്ടോ? ഉണ്ട്, മെക്കിലുണ്ട്. എന്നിരുന്നാലും താങ്കൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് UAT-നെക്കാട്ടി ഓട്ടോമൊബൈൽ ക്ലാസ്സിനെക്കാട്ടി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് CS-ലാണ് എന്ന് CS-ലെ കുട്ടികൾ തന്നെ പറയും. ചന്ദ്രനെ കണ്ടു കിട്ടണമെങ്കിൽ CS-ലേക്ക് പോകണം എന്ന് പലരും പറയും. കോളേജിൽ മൊത്തത്തിൽ 7 അവർ ഉണ്ടല്ലോ നമ്മുടെ ഇന്റർവ്യൂടെ കൂട്ടിയിട്ട്. അതിൽ 1 അവർ കമ്പ്യൂട്ടർ സയൻസിൽ ഞാൻ ചെലവഴിക്കുന്നു. ബാക്കി 6 അവറും ഞാൻ UAT തന്നെ ഉണ്ടാവും. ബാക്കി 6 അവർ ക്ലാസ്സിൽ കാണുന്നില്ലല്ലോ. വിദ്യാർത്ഥികൾ UAT-ൽ ക്ലാസ്സിൽ ഇല്ലെങ്കിൽ ഞാൻ പുറത്ത് എൻ്റെ ഫ്രണ്ട്സ് ഒരു ചെറിയ ഗ്യാങ് ഉണ്ട് എനിക്ക് UAT. അഖിൽ GS, ഹരീഷ്, ആഷിഖ്, പ്രവീൺ. അല്ല, അവരൊക്കെ ക്ലാസ്സിലിരിക്കുമ്പോഴും താങ്കളെ കാണുന്നില്ല. അതാണ് ഇവിടുത്തെ സംശയം. അവരിയ്ക്കുമ്പോഴും ഞാൻ ക്ലാസ്സിലേക്ക് ഞാൻ മിക്കവാറും ലൈബ്രറിയിലായിരിക്കും. ഇപ്പൊ ക്ലാസ്സും ലൈബ്രറിയും വിട്ടൊരു ജീവിതം താങ്കൾക്ക് ഇല്ലാന്നാണ് പറയുന്നത്? ക്ലാസ്സും ലൈബ്രറിയും സ്നാക്ക് ബാറും വിട്ട് എനിക്കൊരു ജീവിതമല്ല. കോളേജ് മിനി ക്യാൻറ്റീൻ എന്ന് പറയുന്ന കൂടുതൽ ആരോപണം കേട്ടുള്ളത് പെൺകുട്ടികളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് താങ്കളുടെ പേരിൽ. അജീഷ് കൃഷ്ണചന്ദ്രൻ എന്നൊരു പേര് വരെ താങ്കൾക്ക് ഈയിടെ വിളിച്ചു കേൾക്കുന്നത്. അത് TK ന്യൂസ് എന്ന് പറയുന്ന ഒരു മഞ്ഞ പത്രത്തിൽ വന്ന വെറും വൃത്തികെട്ട വില കുറഞ്ഞ ജേർണലിസത്തിന്റെ പക്ക ഉദാഹരണമായ TK ന്യൂസിൽ വന്ന ഒരു വൃത്തികെട്ട ന്യൂസാണ്. അല്ല, അതിന് പലതിനും അടിസ്ഥാനമുണ്ട്. കൂടുതൽ ഇവിടെ വിശദീകരിക്കുന്നില്ല. എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. അവർ കഷ്ടകാലത്തിന് ഗേൾസ് ആയപ്പോതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു പരക്കോഴി എന്താണെന്ന് മനുഷ്യന് മനസ്സിലാവില്ല. ചുമ്മാ നേരാ പറയും, ഇങ്ങോട്ടും അങ്ങോട്ടും നടക്കും. എപ്പോഴും പെമ്പിള്ളേരുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കും. എപ്പോഴും ജൂനിയേഴ്സിനെ അജീഷിനെ പറ്റി പറയുകയാണെങ്കിൽ കൂടെ പഠിക്കുകയാണ്. ഒരു ഭൂലോക കോഴി എന്ന് പറയുന്നതിൽ ഒരു തെറ്റൊന്നും ഉള്ള കാര്യമല്ല. ഓരോ വർഷം ഓരോ പെൺപിള്ളേരുണ്ട്. ആദ്യം പിന്നെ കുറെ പെൺപിള്ളേരായി ഇപ്പൊ അവസാനം എത്തിയിരിക്കുകയാണ്. 2 കൊല്ലം മുമ്പ് NIT കാലിക്കറ്റിൽ എന്ന പരിപാടിയോട് അനുബന്ധിച്ച് അവിടെ പോവുകയുണ്ട്. അവിടെ വെച്ച് പല വൃത്തികേട്, അതായത് ഇതുവരെ കണ്ടു പരിചയം പോലും ഇല്ലാത്ത പെൺകുട്ടികളുടെ അടുത്ത് ഒട്ടും മാന്യമായിട്ടില്ലാത്ത രീതിയിൽ പെരുമാറുകയാണ്. അത് വിശദീകരിക്കാം. മാന്യമായിട്ടല്ല എന്ന് ഉദ്ദേശിക്കുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞു പറഞ്ഞാൽ ഒരു കോഴ്സ്. അതായത് പരിചയമില്ലാത്ത പെൺപിള്ളേരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ കറങ്ങി നടക്കുക, അവരുടെ അടുത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലായിട്ടും അവിടുത്തെ വീണ്ടും ഓരോ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയുക. അങ്ങനെ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് 2 പേരെ അവിടെ പരിചയം ഉണ്ടായിരുന്നു. അമൃത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും പിന്നെ അനുപം എന്ന് പറയുന്ന ഒരു ആൺകുട്ടി എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അവർ 2 പേരെയും ഞാൻ നേരിട്ട് പോയി കണ്ട് അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തായിരുന്നു. ഇനി അതാണോ തെറ്റിദ്ധരിക്കപ്പെട്ട് എല്ലാ ന്യൂസിനെ പോലെ തെറ്റിദ്ധരിക്കപ്പെട്ട് വന്നതെന്ന് എനിക്കറിയില്ല. അത് മിസ്റ്റർ പ്രവീൺ അതൊന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാൻ. NIT പത്തയുടെ കോൺട്രാക്ഷൻ നടക്കുന്ന വെന്യൂവിൽ വെച്ച് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അവിടെ വെച്ച് തന്നെ അജീഷ് ചന്ദ്രൻ വ്യക്തമാക്കിയ ഒരു പെൺകുട്ടിയുടെ അടുത്ത് കൂടുതൽ അവർക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലായിട്ടും വിടാതെ പിന്തുടരുകയും ചെയ്തു. സംഭവത്തെ പറ്റി എനിക്കറിയില്ല. നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എൻ്റെ ഓർമ്മയിലില്ല. താങ്കളുടെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും ഈ അടുത്ത് എന്തെങ്കിലും കുഴപ്പം പറ്റിയായിട്ട് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല. ഈ പറയുന്നത് പച്ച പരമാർത്ഥമല്ല. താങ്കൾ വളരെ സമയത്തിരക്കുള്ള വ്യക്തിയാണെന്നുള്ളത് കൊണ്ട് നമ്മൾ മറ്റൊരു അവസരത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. KK ന്യൂസ് ഈ ഇഷ്യൂസ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഒരുപാട് കളികൾ തോക്കാനുള്ളതല്ലേ. അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവില്ല. ഇത്രയും നല്ലൊരു മനുഷ്യൻ കണ്ടിട്ടില്ല. ഒരു പരക്കോഴി. അജീഷ് തേപ്പനാണ്.